ഞങ്ങൾ ശാന്തരാൻ എന്നും നിന്റെ ശക്തിയാ തീരു കഴുമരമില്ല തീരു കഴുമരമില്ല ദൈവം നല്ലവേ എല്ലാവർക്കും വല്ലവേ തന്മക്കൾ കേട്ടു പരിചയാ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവേ തന്മക്കൾ കേട്ടു പരിചയായി ആത്മയോത്തു ഉടക്കുകയില്ല തീരായി നടപ്പവർക്ക് ആത്മയോത്തു ഉടക്കുകയില്ല തീരായി നടപ്പവർക്ക് ആത്മയോത്തു ഉടക്കുകയില്ല തീരായി നടപ്പവർക്ക് ആത്മയോത്തു ഉടക്കുകയില്ല. 27-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം എന്ന് പറയാം. ഒരുപാട് വചനങ്ങളുണ്ട്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളൊന്നും അനുകരണ സങ്കീർത്തനങ്ങളല്ല, അഭിനയ സങ്കീർത്തനങ്ങളല്ല, എല്ലാം അനുഭവ സങ്കീർത്തനങ്ങളാണ്. ദാവീദ് അനുഭവിച്ച കാര്യങ്ങളാണ് സങ്കീർത്തനങ്ങളായി. ചുമ്മാ പേനയും പേപ്പറും എടുത്ത് അങ്ങോട്ടിരുന്ന് കുത്തിക്കുറിച്ച് വെച്ച കാര്യങ്ങളല്ല നമ്മൾ വായിക്കുന്നത്. ദാവീദ് ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. അഭിനയിച്ച കാര്യങ്ങളല്ല, അനുകരിച്ച കാര്യങ്ങളല്ല, അനുഭവിച്ച കാര്യങ്ങളാണ്. ഹല്ലേലൂയ. എൻ്റെ അപ്പനും അമ്മയും ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധം അപ്പനും അമ്മയുമാണ്. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കും വേണ്ടാത്തവൻ, ഇന്ന് രാജാവാ, ഇന്ന് രാജ്യം ഭരിക്കുന്നവനാ, ഇന്ന് എല്ലാവർക്കും മാന്യനാ, പക്ഷെ ആരും അറിയാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ദാവീദിനുണ്ടായിരുന്നു. ആരും അറിയാത്തൊരു ബാക്ക്ഗ്രൗണ്ട്, ആർക്കും അറിയാത്തൊരു ബാക്ക്ഗ്രൗണ്ട്, ആമേൻ, ആർക്കും വേണ്ടാത്തൊരു ബാക്ക്ഗ്രൗണ്ട് ദാവീദിനുണ്ടായിരുന്നു. പ്രൈസ് ലോ. അതുകൊണ്ടാണ് ദാവീദ് പിന്നത്തേതിൽ പറഞ്ഞത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടുത്തെ ബന്ധങ്ങളെല്ലാം താൽക്കാലികമാണ്, അതെല്ലാം നിന്നു പോകുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ നിലനിൽക്കുന്ന നിത്യത വരെ കൈപിടിച്ചു നടത്തുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത് രണ്ടാമത് പറഞ്ഞ ബന്ധമാണ്. പ്രൈസല്ലോ, പ്രൈസ്തല്ലോ. ദാവീദിനത് ജീവിതത്തിൽ മനസ്സിലായി. ദാവീദിനെ ഒഴിവാക്കിയ അനുഭവങ്ങളെല്ലാം മനസ്സിലായി. ദാവീദിനെ ഒഴിവാക്കിയതൊക്കെ ദാവീദിന് മനസ്സിലായി. ദാവീദിൻ്റെ വീട്ടിൽ അവൻ ഏറ്റവും ഇളയവനായി, ആർക്കും വേണ്ടാത്തവനായി ഇരിക്കുകയാണ്. എന്നാൽ അവൻ്റെ ചേട്ടന്മാർ നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുണ്ട്, നല്ല കാര്യപ്രാപ്തിയുണ്ട്, 10 പേരോട് സംസാരിക്കുവാനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം ദാവീദിൻ്റെ ചേട്ടന്മാർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം കഴിവ് കുറഞ്ഞവനാണ്, മാനുഷികമായി കഴിവ് കുറഞ്ഞവനാണ്. അവന് മറ്റൊരു പ്രത്യേകതകളൊന്നുമില്ലായിരുന്നു. അവനാകപ്പാടുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ച് ആടുകളെ മേയ്ക്കുന്ന ആട്ടിടയൻ. ആടുകളുടെ കൂടെ കിടക്കുന്നവനെ നമുക്കറിയാമല്ലോ. ആട് ഒരു മുഷിപ്പാണ്, ഒരു സ്മെല്ലാണ്. എന്നും കുളിച്ചില്ലെങ്കിൽ അതിൻ്റെതായ സ്മെല്ലുകൾ അടിക്കും. പ്രൈസലോ. അപ്പോൾ ദാവീദ് ഈ ആടുകളുമായി വനാന്തരത്തിൽ കിടക്കുമ്പോൾ എന്നും കുളിപ്പിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, എന്നും വൃത്തിയാക്കാൻ പറ്റിയെന്ന് വരത്തില്ല, എന്നും ഇവന് കുളിക്കാൻ പറ്റിയെന്നും വരത്തില്ല. ഇവൻ്റെ ശരീരത്തിൽ ദുർഗന്ധമുണ്ടാകും. ഇവൻ ആടുകളുടെ കൂടെയാണ്, ഇവൻ വനാന്തരത്തിലാണ്, ഇവന് കുളിക്കാനുള്ള സാഹചര്യമില്ല, ഡ്രസ്സ് ചെയ്യുവാനുള്ള സ്ട്രെസ്സില്ല. എല്ലാ തരത്തിലും നോക്കുമ്പോൾ ദാവീദ് സ്തോത്രം ലോകപ്രകാരമായി ഒരു തരത്തിലും ഒരു മാന്യതയില്ലാത്തവനാണ്. പക്ഷേ അവന് ദൈവവുമായൊരു ബന്ധമുണ്ട്. ലോകം നമുക്ക് തരുന്ന മാന്യതയൊന്നും അല്ല യഥാർത്ഥ മാന്യത. എത്ര പേര് ചേർന്ന് ആമേൻ പറയും? പ്രൈസ് ദി ലോർഡ്. ലോകം തരുന്ന മാന്യതകളൊന്നുമല്ല. വീട്ടിൽ
അപ്പനും സഹോദരങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷിക്കുമ്പോൾ അതേ വീട്ടിലെ അംഗം ഇതാ കാട്ടിൽ കിടക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. വീട്ടിൽ അപ്പനും അമ്മയും സഹോദരങ്ങളും തമ്മിൽ സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കേണ്ടവൻ, കൂടെ ഇരിക്കേണ്ടവൻ, കൂടെ ആയിരിക്കേണ്ടവൻ ഇതാ വനാന്തരത്തിലാണ്. അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദാവീദിനെ ഒഴിവാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു അനുഭവം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം നടക്കുന്ന ഒരു അനുഭവം വരുന്നത്, ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായി തിരഞ്ഞെടുപ്പ് വരുന്നത്, ഒരു ഭയങ്കര ശുശ്രൂഷ വരുന്നത്. ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ ഇശായിയുടെ ഭവനത്തിൽ ശമൂവേല് തൈലക്കൊമ്പും നിറച്ചുകൊണ്ട് ഇശായിയുടെ ഭവനത്തിലേക്ക് വരുമ്പോ എല്ലാവരും അണിയായി നിരന്ന് നിൽക്കുകയാണ് രാജാവാകുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാര്യം ആരറിയുന്നില്ല? ഈ കാര്യം ദാവീദ് അറിയുന്നില്ല. സ്വന്തം ചേട്ടന് വരുന്ന ആ രാജപദവി കാണുവാൻ ദാവീദിന് അവസരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ അപ്പം പറഞ്ഞാണ്, അല്ലെ അമ്മ പറഞ്ഞാണ്, ഡാ അവനെ ഒന്ന് അറിയിക്ക്, അവനും കൂടെ ഒന്ന് വരട്ടെ, അല്ലേ? അപ്പോൾ സഹോദരന്മാർ പറഞ്ഞാണ്, അവൻ വന്നാൽ ശരിയാകത്തില്ല, നാറ്റം പിടിച്ച് ആടുകളുടെ കൂടെ. ഇവിടെ വരുന്നത് ആരെന്നറിയാമോ? വലിയ ആൾക്കാരാ, അഭിഷേകം ചെയ്യാൻ വരുന്നവരാ. അവരുടെ ഇടയിൽ ഇവൻ വന്ന് നിന്നാൽ നാറ്റ വിഷയമാകും. അതുകൊണ്ട് ആമേൻ, നമുക്ക് തന്ത്രപരമായി, പ്രൈസ് ദി ലോർഡ്, തന്ത്രപരമായി ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത്. എന്താ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്? ആമേൻ, സ്തോത്ര. അവൻ ഇവിടെ എത്തുകയും ചെയ്യരുത്, അവനെ അറിയിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. അവൻ ഇവിടെ വരെയും ചെയ്യരുത്, ആമേ, കാര്യം അത് അവനെ അറിയിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന ദിവസം ഇന്ന സമയത്ത് വച്ചാൽ അവൻ ഇവിടെ എത്തത്തില്ല. ഹല്ലേലൂയ. ആമേ, ഇന്ന ദിവസം ഇന്ന സമയത്ത് വച്ചാൽ അവൻ എത്തത്തില്ല. പക്ഷേ അവനെ അത് അറിയിക്കുകയും ചെയ്യണം. ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. അത് അഹീതോബലിന്റെ ആലോചന പോലെ ബുദ്ധികൾ ഉപദേശിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദാവീദ് എന്തോ ചെയ്തു? ആമേൻ, ദാവീദിനെ കാര്യം അറിയിച്ചു. പക്ഷേ ചേട്ടൻ്റെ അഭിഷേകം കാണാൻ, ഒരു രാജാവിൻ്റെ പദവി കാണാൻ, അവന് കൺകുളിർക്കെ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ആമേ, അവൻ്റെ ആ നാറ്റം പിടിച്ച വസ്ത്രവുമായി, ആ കാണാൻ ലുക്കില്ലാത്ത അനുഭവവുമായി അവൻ വന്നു കഴിഞ്ഞാൽ ഇവൻ ആരെന്ന് ചോദിച്ചാൽ അതിനും മറുപടി പറയണമല്ലോ. അതുകൊണ്ട് സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം തന്ത്രപരമായി ദാവീദിനെ ഒഴിവാക്കി. ഇന്നു പകൽ ഞാൻ പറയാം, ആര് നിന്നെ ഒഴിവാക്കിയാലും, ആര് നിന്നെ മാറ്റി നിർത്തിയാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, ഇന്നു പകൽ അതിനപ്പുറം നിന്നെ കൈക്കൊള്ളുന്നൊരു കാലം വരും കേട്ടോ. ഇന്നു പകൽ തന്ത്രപരമായാലും ബുദ്ധിപരമായാലും ആമേ, എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ നോക്കിയാലോ, ഇന്നു പകൽക്കാലം ദാവീദ് വലിഞ്ഞു കയറി പോയില്ല. ദാവീദ് ആമേ, അവിടെ നെഞ്ചുപൊട്ടി ദൈവസന്നിധി കരഞ്ഞു. എൻ്റെ അപ്പനു, എൻ്റെ അമ്മയോ, എൻ്റെ സഹോദരങ്ങൾ വരെയോ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് പറഞ്ഞവൻ തന്ത്രപരമായി ആമേ അവനോട് കാണിച്ചവരോട് അവൻ പരാതി പറഞ്ഞില്ല. അവന്റെ കുറവുകൾ പറഞ്ഞില്ല, അവന്റെ ബലഹീനതകൾ പറഞ്ഞില്ല, അവൻ്റെതായ ബുദ്ധിമുട്ട് പറഞ്ഞില്ല. അവൻ ദൈവസന്നിധിയിൽ കരഞ്ഞു, ദൈവത്തോട് പറഞ്ഞു. എന്നാൽ ആ രാജസ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ഒഴിവാക്കിയവനെ കൊണ്ടിരുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം 2024 അവസാനത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവ പൈതലേ, ജീവിതത്തിൽ എന്തെങ്കിലും കണ്ണുനീര് വന്നെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതകൾ വന്നെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും ഒഴിവാക്കൽ വന്നെങ്കിൽ, ഇന്നു പകൽ തള്ളുന്നവരുടെ നടുവിൽ കൊള്ളുന്ന ഒരു ദൈവം, തള്ളിക്കളയുന്നവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവം, അത് നമ്മുടെ ദൈവമാണ്.
ദാവീദ് വേദനയോടെ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും. ഇന്നു പകൽ മനുഷ്യൻ സാഹചര്യങ്ങൾ നോക്കി നിന്നെ അണച്ചു നിർത്തോ. ഇന്നത്തെ കാലം കൊള്ളാമെങ്കിൽ നിന്നെ അണച്ചു നിർത്തോ. നിന്റെ കാലം മോശമാണെങ്കിൽ മാറ്റി നിർത്തോ. നിന്റെ അവസ്ഥകൾ നന്നായിട്ടിരിക്കുന്നെങ്കിൽ നിന്നെ ചേർത്ത് നിർത്തോ. നിന്റെ അവസ്ഥകൾ കൊള്ളാമെങ്കിൽ നിന്റെ കൂടെ തോളിൽ കൈയിടോ. നിന്റെ അവസ്ഥകൾ നന്നായിരിക്കുന്നെങ്കിൽ നിന്നെ ഭൂമി ഉയർത്തിപ്പിടിക്കോ. നിന്റെ അവസ്ഥ മോശമായാൽ, നിന്റെ സാഹചര്യങ്ങൾ മോശമായാൽ, നിന്റെ ഭവനത്തിൽ കാര്യങ്ങളെല്ലാം മോശമായാൽ, ഇന്ന് പകൽ അണഞ്ഞു നിന്നവർ മാറ്റി നിർത്തോ. അണച്ചു നിർത്തിയവരും മാറ്റി നിർത്തോ. ഇന്നു പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോടൊരു കാര്യം പറയാ. മനുഷ്യൻ മാറ്റി നിർത്തിയാലോ സ്വർഗത്തിലെ ദൈവം നിന്നെ മാറ്റത്തില്ല. സ്വർഗത്തിലെ ദൈവം ഈ 2024 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അർഹതയില്ലാത്ത മണ്ഡലത്ത്, അർഹതയില്ലാത്ത വേദിയിൽ, അർഹതയില്ലാത്തവരുടെ നടുവിൽ ഇന്നോ പകൽക്കാലം നിന്നെ എത്തിക്കാൻ, നിന്നെ നിർത്താൻ, നിന്നെ മാനിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഉറച്ചു വിശ്വസിക്കുന്ന ദൈവമക്കളൊരു സ്തോത്രം പറഞ്ഞേ. ആ കരങ്ങളെ തട്ടി കർത്താവിനൊരു മഹത്വം കൊടുത്തേ. ആ കരങ്ങളെ തട്ടി ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. നമുക്ക് ആ കണ്ണുകളെ അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ആ ഒരു നല്ല അനുഭവത്തിലേക്ക് ഞങ്ങളെയൊക്കെ അങ്ങ് കരം പിടിച്ചുയർത്താൻ പോകുക. സ്തോത്രം കർത്താവ്. എന്തെങ്കിലും വിഷയങ്ങളിൽ ആരെങ്കിലും ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹപ്രദമാകുന്ന നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സഭയിലായിരിക്കുന്ന ബഹുമാനമുള്ള സഭാ ശുശ്രൂഷകൻ, സഭയുടെ എല്ലാ ദൈവമക്കൾക്കും മനപരാശിയുടെ പാപത്തിൻ്റെ പരിഹാരകനായി കാൽവരി ക്രൂശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും നമ്മെ ചേർത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നന്ദി അർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിലും ആ സന്തോഷത്തിലും ഇരുപ്പാൻ ദൈവം കൃപ തന്നതിനായി സ്തോത്രം. വളരെയേറെ മാസങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 2-2.5 വർഷമായും തോന്നി ഞാനിവിടെ വന്നിട്ട്. ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കും, നിങ്ങളെയൊക്കെ ഓർക്കും. ഈ മലമുകളിലിരിക്കുന്ന ആലയത്തെ ആരും മറക്കാൻ ചാൻസ് ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷകളൊക്കെ, നിങ്ങളുടെ ശുശ്രൂഷകളൊക്കെ ഞാൻ മൊബൈലിൽ കാണാറുണ്ട്. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. കൊച്ചുമക്കളൊക്കെ ധൈര്യത്തോടെ വന്ന് കർത്താവിൻ്റെ മഹനീയമാകുന്ന സന്ദേശങ്ങളെ പാട്ടുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെയും ദൈവം ഈ നാളുകളിൽ നിങ്ങൾ ഉപയോഗിക്കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ആരെന്തൊക്കെ ചെയ്യുന്നോ അതിനുള്ള പ്രതിഫലം കർത്താവ് തരും കേട്ടോ. ഒരു ചേറുവിരൽ അനക്കിയാൽ അതിന് പ്രതിഫലം തരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നമുക്ക് പ്രവർത്തിപ്പാൻ കഴിയാത്തത് നമ്മുടെ ചിന്തകളും നിരൂപണങ്ങളും തെറ്റായി പോകുന്നത് കൊണ്ടാണ്. നമ്മുടെ മനസ്സും മനസാക്ഷിയും എല്ലാം ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തി പൂർത്തീകരിക്കും. ദൈവം അത്ഭുതകരമായി നമ്മെ വഴി നടത്തുവാനിടയായിത്തീരും. ഈ പ്രഭാതത്തിൽ ശുശ്രൂഷയ്ക്ക് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞ 1-2 ആലോചന പറഞ്ഞ് വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും ഇനി നടക്കില്ല എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളോ, അത് എന്തുമാകാം. ഹല്ലേലൂയ. ചിലപ്പോൾ മാരകമാകുന്ന രോഗമായിരിക്കാം. ചിലപ്പോൾ ഒരു ഭവനം പണിയുവാൻ ആഗ്രഹമുണ്ടായിരുന്നു, പണിയുവാൻ കഴിയാത്തവരായിരിക്കാം. ഉപജീവനവർഗത്തിൻ്റെ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പഠിക്കുന്ന മക്കൾക്ക് അവർ പ്രയത്നിക്കുന്നതനുസരിച്ചുള്ള വിദ്യാഭ്യാസത്തിലേക്ക് ചെല്ലുവാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. ആത്മീക മണ്ഡലത്തിൽ ആഗ്രഹിച്ചതുപോലെ കർത്താവിന് വേണ്ടി നിൽപ്പാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴൊക്കെയും പുറകിലോട്ട് വലിക്കുന്ന ഒരു സ്തോത്രം ഇടർച്ച ഉള്ളവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഈ പകൽക്കാലം എന്നിലുള്ള അല്പസമയം മാത്രമുള്ള ശുശ്രൂഷയിൽ അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്നലെ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ ഈ ഡിസംബർ മാസത്തിൻ്റെ മുങ്ങോട്ടുള്ള ജീവിതങ്ങളൊക്കെ ചിലപ്പം കണ്ണുനീരായിരിക്കാം. അതിനെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കാനല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. എണീക്കുവാനും പ്രവർത്തിപ്പാനും
ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളൊരു വിശ്വാസവും പ്രത്യാശയും നിങ്ങളുണ്ടാകണം. പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മൾ യേശുവിനേക്കാൾ ഉപരി ശത്രുവാകുന്ന പിശാചിനെ പേടിച്ചിട്ട് അവൻ്റെ ചിന്തകൾക്ക് നമ്മൾ പലപ്പോഴും അവസരം കൊടുക്കുന്നത് കൊണ്ടാണ്. പുറത്തു നിൽക്കുന്ന പിശാചിനെ നമ്മൾ പലപ്പോഴും അവിശ്വാസത്തിന്റെ കോട്ടകൾ പറഞ്ഞ്, ശബ്ദങ്ങൾ പറഞ്ഞ് നമ്മളെ ഭവനത്തിലേക്ക് ആഗമനിക്കുന്നത് കൊണ്ടാണ് അവൻ അധികാരം പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിലേക്ക് പിശാചിന് കയറി കൂടുവാൻ ഒരിക്കലും കഴിയത്തില്ല. അവൻ പുറത്തു നിന്ന് കാണിക്കുന്ന വികൃതികളെ കണ്ടിട്ട് അവിശ്വാസം എന്ന ശബ്ദത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ തന്നെയാണ് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ പലപ്പോഴും സമാധാനങ്ങളില്ല. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെയോ എവിടെയൊക്കെയോ ചില കുറവുകൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലുണ്ട് സഹോദരങ്ങളെ. എങ്കിൽ അധൈര്യപ്പെടാതെ ധൈര്യശാലികളായി അല്പസമയം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഒരു വലിയൊരു മെസ്സേജാ. എനിക്ക് ഇതിനൊന്നും സമയമില്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്ന സമയത്ത് നിർത്തി പ്രാർത്ഥിച്ച് നമുക്ക് ദിവസമല്ലായിരിക്കുക. അല്പസമയം ചിന്തയ്ക്കായി എടുത്ത വേദഭാഗം നെഹമ്യാവിൻ്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. നെഹമ്യാവിൻ്റെ പ്രവചന പുസ്തകം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചു ഉപവസിച്ചിരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞെന്നാൽ, സ്വർഗത്തിലായ യഹോവയാകുന്ന ദൈവമേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് മതി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കണ്ണുകളടക്കി ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആ പരിശുദ്ധനാകുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവ് കരുണയുള്ള ദൈവമാണ്. ഓ ഹല്ലേലൂയ, സ്തോത്രം. കരുണയുള്ള ഒരു ദൈവം, മനസ്സലിയുന്ന ഒരു ദൈവം. അപ്പനും അമ്മയും മക്കളോട് മനസ്സലിയാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ജന്മം കൊടുത്ത മക്കൾ അപ്പനോടും അമ്മയോടും മനസ്സലിയാതിരിക്കുമ്പോൾ മനസ്സലിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരുണയുടെ കരമാത്മാവിൽ ഞാൻ കാണുകയാണ്. ഹല്ലേലൂയ. തന്നോട് സഞ്ചരിച്ച ഒരു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് വയറിപ്പിടിച്ച ഒറ്റിപ്പിടിച്ച വട്ടിപ്പിടിച്ച ഒറ്റി കിടക്കുന്ന വയറുമായി നടക്കുന്ന ജനത്തെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു ദൈവം. അവൻ മനസ്സലിയുന്നൊരു ദൈവം. ന്യായപ്രമാണങ്ങൾ മാറ്റി നിർത്തിയ കുഷ്ഠരോഗികളെ അരികിലേക്ക് വിളിച്ച് അവരെ സൗഖ്യമാക്കി മനസ്സലിഞ്ഞൊരു ദൈവം. ശാപം പിടിച്ച പട്ടണത്തിന്റെ സ്തോത്രം റോഡിന്റെ അരിവിലിരുന്ന മനുഷ്യനെ ഹല്ലേലൂയ, സ്തോത്രം, ദാവീദ് പുത്ര മനസ്സലിയണമേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മനസ്സലിഞ്ഞൊരു കർത്താവ്, ഒരു കാഴ്ച കൊടുത്തൊരു കർത്താവ്. ഹല്ലേലൂയ. പ്രഭാതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥനയോടിരി തകർന്നവർക്ക് സ്തോത്രം ഒരു വിശാലത വരുത്തുന്നൊരു ദൈവം. ഹല്ലേലൂയ. നിന്നെ തകർത്ത് കളയുവാനല്ല നിന്നെ ദൈവമക്കളാക്കി തിരഞ്ഞെടുത്തത്. ഈ ആലയത്തിൽ ഉരുത്തിയിരിക്കുന്നത് നീ തകർന്ന അവസ്ഥയിലൂടെ പോകുവാനല്ല. ഈ പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി നിന്റെ മനസ്സിനെ നീ ശക്തീകരിക്കുക. അധൈര്യപ്പെടുത്തുന്ന മണ്ഡലങ്ങളെ സ്വത്രം ശാസിച്ച് ജയമെടുത്ത ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നീ പ്രാർത്ഥനയോടിരിക്കുക. മനസ്സലിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. മനസ്സലിയുന്നൊരു ദൈവം. ഒരു മനസ്സലിയുന്നൊരു ദൈവത്തിന്റെ മഹാകരുണയുടെ കരകളിൽ നീ താണിരിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് എല്ലാ തരങ്ങളും ഒരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ, നിന്റെ കൃപയല്ലാതെ എനിക്കൊന്നുമില്ല. ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. രോഗം, ഭാരം, പ്രയാസം, കുടുംബജീവിതത്തിലെ തകർച്ചകൾ, ദുഃഖങ്ങൾ, നിരാശകൾ എന്നെ കർത്താവിൻ്റെ നിഴൽ പോലെ വന്ന് എൻ്റെ കർത്താവിൻ്റെ അരികിൽ നിൽക്കുക. എന്ത് ചെയ്യണമെന്നറിയില്ല കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം
മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ആമേൻ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കരയോന്ന കാക്കയ്ക്കും കൈലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവനാമേ. കരയോന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങൾക്കെല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. ആമേൻ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനത്തിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കരുണാസമ്പന്നനാകുന്ന നല്ല കർത്താവേ, സ്വർഗപിതാവേ, എൻ്റെ പൊന്നു കർത്താവേ, വർഷത്തിൻ്റെ അവസാന മാസത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഞങ്ങളായിരിക്കുകയാണ്. ഞങ്ങളുടെ മുമ്പിൽ കൂടെ ഒത്തിരി സംഭവങ്ങൾ കടന്നുപോയി, അനർത്ഥങ്ങൾ കടന്നുപോയി, മരണം ഞങ്ങളെ മാടി വിളിച്ചു കർത്താവേ. എങ്കിലും മിസ്കിയാവിനെ പോലെ കർത്താവ് നിൽപ്പാൻ കൃപ തന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആലയത്തിൻ്റെ ഉള്ളിലാണെന്നുള്ള ഉത്ബോധവും ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്ന സ്ഥലമാണെന്നും കർത്താവേ അപ്പ അഗ്നിയാകുന്ന തീനാളം കൂടെ കത്തുന്നുമുള്ള വിശ്വാസവും പ്രത്യാശയും ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അധൈര്യത്തിൻ്റെ ശക്തി ഞങ്ങളെ കർത്താവ് പേറാതെ വണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കുന്ന കർത്താവ് വചനത്താൽ ഈ പകൽക്കാലം വലിയ വിടുതലുണ്ടാകുവാൻ, വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. ജനം വിടുവിക്കപ്പെടട്ടെ. അവിടെ കർത്താവ് അവസ്ഥകളെ കണ്ടെൻ്റെ കർത്താവ് ഇന്ന് മനസ്സലിഞ്ഞ് എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങളിൽ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വായിച്ചു കേട്ട വേദഭാഗത്തിൽ നമുക്ക് ശ്രദ്ധയെളുപ്പം കൊണ്ടുവരാം. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. വചനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് കഴിയത്തില്ല. നിങ്ങൾ വചനം വായിക്കുന്നവരും ബൈബിൾ വായിക്കുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ കേട്ടവരായിരിക്കും. പക്ഷേ എൻ്റെ ആത്മീകമായ ബന്ധത്തിലും എൻ്റെ സാക്ഷ്യത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ട് ഇത് ഞാൻ പ്രസംഗിച്ച് പ്രാർത്ഥിപ്പാൻ ബാധപ്പെടുമെങ്കിൽ ശരണപ്പെടുകയാണ്. വായിച്ചു കേട്ട വേദഭാഗം നെഹമ്യാവിൻ്റെ പ്രവചന പുസ്തകമാണ്. അത് സ്വന്തം ജനത്തിനു വേണ്ടി കരയുന്നൊരു പ്രവാചകനെ നമുക്കവിടെ കാണുവാൻ കഴിയും. അതേ ആസ്തോത്രം ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി പാർസി രാജ്യത്തിലേക്ക് കൊണ്ടുപോയി അവിടെ പാർസി രാജ്യത്തിൻ്റെ അടിമത്വത്തിൽ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ പാർസി രാജാവിൻ്റെ ഒരു പാനപാത്രവാഹകനായിരിക്കുന്ന ആസ്തോത്രം നെഹമ്യാവിൻ്റെ നമുക്ക് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. മാത്രമല്ല 12 മൂപ്പന്മാരിൽ ഒരു മൂപ്പനായി നെഹമ്യാവിനെ കാണുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ കുറേ സംഹാസ്തോത്രം മാത്രമല്ല
മാത്രമല്ല ദൈവജനത്തിൻ്റെ നിന്നയും പരിഹാസത്തിൻ്റെ മുമ്പിൽ വളരെയേറെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെയും നമുക്ക് അധ്യായത്തിൽ കാണാം. ഹൽസോത്ത് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാനുള്ള പ്രസംഗത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് അധൈര്യവും നിരാശയും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാം. ഹൽസോത്രം ഇന്ന് ഉലകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും കുടുംബങ്ങളിലും വ്യക്തികളിലും രാജ്യങ്ങളിലും ഹൽസോത്രം എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അധൈര്യം എന്നുള്ളത്. ഈ അധൈര്യമാണ് മനുഷ്യ ജീവിതത്തിലേക്ക് ഹൽസോത്രം കയറിക്കൂട്ടിയിട്ട് അത് നിരാശയിലേക്ക് മാറ്റപ്പെടുന്നത്. ഇന്ന് അനേക ക്രിസ്തീയ ദൈവമക്കളുടെ ജീവിതത്തിലും ഹൽസോത്രം ഇത് വളരെയേറെ സംഭവമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അധൈര്യം മനുഷ്യന്റെ ജീവിതത്തിൽ കൊണ്ടിടുകയാണ്. നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു മനുഷ്യ മനസ്സെന്ന് പറയുന്നത് പിശാചിൻ്റെയും ദൈവത്തിൻ്റെ ഒരു യുദ്ധഭൂമിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഏതൊരു മനുഷ്യൻ്റെയും മനസ്സുകളെന്ന് പറയുന്നത് അത് പിശാചിൻ്റെയും പിശാചിൻ്റെയും ദൈവത്തിൻ്റെ ഒരു യുദ്ധം നടക്കുന്ന ഒരു യുദ്ധഭൂമിയാണ് മനുഷ്യ മനസ്സ്. ഇവിടെ ജയമെടുക്കുന്നവരാണ് ഹൽസോത്തൻ ദൈവമക്കൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ചുരുക്കമായി നിങ്ങളോട് പറയുവാനുള്ളത് അധൈര്യത്തിൻ്റെ ശക്തികളെ വെടിഞ്ഞ് അത് ദൈവത്തിൻ്റെ മക്കളാക്കുന്ന നിങ്ങൾ ഹൽസോത്രം ധൈര്യത്തോടെ മുന്നേറണമെന്നാണ് പറയുവാൻ ഞാൻ ഹൽസോത്രം ആഗ്രഹിക്കുന്നത്. ഇവിടെ കാണുവാൻ കഴിയുന്ന നെഹമ്യാ പ്രവാചകൻ അതേ ഹൽസോത്രം ആ രാജ്യത്തിൻ്റെ ഫാർസി രാജ്യത്തിൻ്റെ ഒരു പാനപാത്രവാഹകനായിരിക്കുന്ന സമയത്ത് തൻ്റെ സഹോദരനും ചില യഹൂദന്മാരും ഹൽസോത്രം അടിമത്തത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയപ്പോൾ തെറ്റി ഒഴിഞ്ഞവർ യെരുശലേമിലായിരുന്നു. അവർ ഹൽസോത്രം തൻ്റെ സഹോദരനെ കാണുവാൻ വേണ്ടി അതേ നെഹമ്യാവിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ആ നെഹമ്യാവിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ നെഹമ്യാവ് ചോദിക്കുകയാണ്, അതേ ഹൽസോത്രം അവിടുത്തെ വിശേഷം എന്തുണ്ട്, അവിടെ നിങ്ങളെല്ലാം സുഖമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതേ നെഹമ്യാവിനോട് സഹോദരനും കൂട്ടരും പറയുകയാണ്, അതേ ഹൽസോത്രം നമ്മൾ വളരെ നിന്ദയും പരിഹാസവുമായിരിക്കുകയാണ്. യെരുശലേമിൻ്റെ മതിലുകൾ ഇടിച്ചിട്ടിരിക്കുകയാണ്, വാതിലുകളെല്ലാം ചുട്ട് നശിപ്പിച്ചു. ഞങ്ങൾ ഇന്ന് അവർക്കൊരു നിന്ദയും പരിഹാസവുമായിരിക്കുന്നു എന്ന് അതേ ഹൽസോത്രം ദൈവവേദനയെ അവിടെ പറയുവാൻ ഹൽസോത്രം അവിടെ തൻ്റെ മക്കൾ പറയുന്നതായി കാണുവാൻ കഴിയും. അപ്പോഴാണ് ഞാൻ വായിച്ച വേദഭാഗത്തിൽ കാണുന്നത്, ഇത് കേട്ടപ്പോൾ നെഹമ്യാവ് എന്ത് ചെയ്തെന്നറിയാമോ? താൻ ഹൽസോത്രം ചെന്നിരുന്നു കരഞ്ഞു എന്ന് ആദ്യം കാണുകയാണ്. അതിനുശേഷം എന്ത് ചെയ്തു? അവൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കുക, നമ്മൾ പലപ്പോഴും കരയാറുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കാറില്ല. അല്ലെ, പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉപവസിക്കാറില്ല. ഹല്ലേലൂയ ദൈവമക്കളെ, പ്രാർത്ഥനയും ഉപവാസം എന്ന് പറയുന്നത് ഒരു ശ്വാസവായുവായി നമ്മുടെ ജീവിതത്തിലേക്കുള്ളിലേക്ക് കടന്നിറങ്ങുമ്പോഴാണ് നമ്മൾ തകർക്കുവാൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് ജയമെടുപ്പാൻ കഴിയുന്നത്. ഭക്തനായ നെഹമ്യാവിൻ്റെ ആത്മീക മണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്നു. തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ആത്മീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ തൻ്റെ പട്ടണത്തെക്കുറിച്ചുള്ളൊരു ആത്മീയമാകുന്ന ഒരു ദുഃഖം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ദുഃഖിച്ചു, കരഞ്ഞുവെങ്കിലും പ്രാർത്ഥിച്ചു. പക്ഷേ നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും ദുഃഖിച്ചിരിക്കുക മാത്രമല്ലാതെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം കരയുവാൻ നമ്മൾ എന്ത് ചെയ്യല്ല, നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിച്ച് കരയുവാൻ നമ്മൾ സമയം കണ്ടെത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രവർത്തിപ്പാൻ കഴിയാത്ത മനുഷ്യനിടയിൽ ചെന്നിരുന്ന് നമ്മുടെ ദുഃഖങ്ങളെ പലപ്പോഴും പറയുകയും പുലമ്പുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഇന്ന് ക്രിസ്തീയ ജീവിതങ്ങൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ പ്രാർത്ഥന, ദൈവത്തോടുള്ള പ്രാർത്ഥനയും ഉപവാസത്തിൻ്റെ ശക്തി ഇന്ന് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. പഴയകാല ഭക്തന്മാരൊക്കെയും അവരുടെ ജീവിതങ്ങളിൽ അവരുടെ കൊടുങ്കാറ്റ് പോലെ അവർക്ക് നിൽപ്പാൻ കഴിയാത്ത അവസ്ഥകൾ, തിരമാലകൾ പോലെ അടിച്ചു വന്നിട്ട് കാലുകൾ പോലെ വലിച്ചെടുത്തു പോകുന്ന അനുഭവങ്ങൾ വന്നപ്പോൾ അവർ ഉപവസിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവർ ദൈവത്തോട് നിന്നു. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ കാലുകളെ യഥാസ്ഥാനപ്പെടുത്തി അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. അവർ ഹസ്തോത്രം ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരാകാതെ ഒരു സമൂഹത്തിന് കൂട്ടമായി ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള അവകാശം ദൈവം കൊടുത്തു. ഹല്ലേലൂയ. പക്ഷേയോ നമ്മുടെ തലമുറകൾ എങ്ങോട്ടാ, നമ്മുടെ കൂട്ടായ്മകൾ എങ്ങോട്ടാ? ഞാൻ പല സഭകളിൽ ചെന്ന് പ്രസംഗിക്കുന്നവനാ. ഇന്ന് അഭിമാനത്തോട് ഒന്ന് കയ്യൊക്കെ അടിച്ച് ആവേശത്തോട് ആരാധിച്ച് പ്രസംഗിക്കുക. കാരണം ഞാൻ പല ഹർസ്വോത്രം സഭകളിലും പോകുന്നവൻ പ്രസംഗിക്കാൻ. അതുകൊണ്ട് ഹർസ്വ കിട്ടുന്ന സമയം ഞാൻ സന്തോഷിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ഇന്ന് 2024 അവസാന നിമിഷങ്ങളെത്തുമ്പോഴും ദൈവ പൈതലെ മനസ്സിലാക്കുക, അദ്ദേഹം അധൈര്യപ്പെടുന്ന ശക്തികൾ ഒന്നിച്ച് കടന്നു വരും. നമ്മളവിടെ ജയാളികളായിത്തീരും. ഇവിടെ കാണുവാൻ കഴിയും നെഹമ്യാവ് അദ്ദേഹം സ്തോത്രം ഞാൻ ഓടിച്ചു പോകട്ടെ. നെഹമ്യാവ് ഹസ്തോത്രം പ്രാർത്ഥിച്ചു. അത് കഴിയുമ്പോൾ അവൻ ദുഃഖിച്ചിരിക്കുമ്പോൾ അവൻ ഹസ്തോത്രം രാജാവിൻ്റെ അരികിലേക്ക് പാനപാത്രം അവൻ വീഞ്ഞും കൊണ്ട് ചെല്ലുമ്പോൾ രാജാവ് ചോദിക്കുകയാണ്, എന്താ നെഹമ്യാവ്, നിന്റെ മുഖമെല്ലാം വാടിയിരിക്കുന്നു? ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ്റെ മുഖം വാടിയിരുന്നപ്പോൾ രാജാവ് ചോദിക്കുകയാണ്. അപ്പോൾ രാജാവ് പറയുകയാണ്, ഞാൻ എങ്ങനെ സന്തോഷിക്കും? എൻ്റെ പട്ടണം മൊത്തം കത്തി നശിച്ചിരിക്കുന്നു, എൻ്റെ ജനങ്ങളൊക്കെ നിന്നയും പരിഹാസവുമായിരിക്കുക. നല്ല മനുഷ്യനാകുന്ന മനുഷ്യൻ ഹസ്തോത്രം ദൈവത്തിലെ
ഒരു വിശാലമായ വിഷയമാണ് കേട്ടോ. ആൾസ്വാത്രം ഞാൻ ഓടിച്ചു പോകും, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ആൾസ്വാദം എന്നെക്കാൾ അറിയാമെന്നുള്ള മക്കളാണ്. ആൾസ്വാദം അവിടെ ചെന്നിട്ട് ആൾസ്വാത്രം നെഹമ്യാവിനെ ഇങ്ങനെ പറയുമ്പോൾ രാജാവിന് മനസ്സലിഞ്ഞിട്ട് താൻ ആൾസ്വാത്രം എന്ത് ചെയ്യണമെന്നുള്ളതിനുള്ള എല്ലാ പത്രങ്ങളും കൊടുത്ത്, നദി കടന്നു പോകുവാനുള്ള എഴുത്തൊക്കെ കൊടുത്ത്, ആൾസ്വാത്രം എത്ര ദിവസം കഴിഞ്ഞ് വരുമെന്നൊക്കെ ചോദിച്ച് സന്തോഷത്തോടുകൂടെ നെഹമ്യാവിനെ യെരൂശലേമിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, അവിടെ ചെല്ലുമ്പോൾ എല്ലാം തകർന്നു കിടക്കും. താനിങ്ങനെ സഞ്ചരിച്ചു എല്ലാം കാണുമ്പോൾ അവിടെ കാണുന്നത് എല്ലാം തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്തോത്രം ദൈവത്തിലായിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവൻ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടി അവൻ മതിലുകൾ പണിയുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നതായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ, എല്ലാവരെയും വിളിച്ചു കൂട്ടി ഈ മതിലിനെ പണിയണമെന്ന് സ്തോത്രം അവിടെ പറയുമ്പോൾ അവർ ശക്തരായി ഒന്നിച്ചു നിന്ന് ഏകമനസ്സോടുകൂടെ മതിൽ പണിയുവാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. ജീവിതത്തിൽ നീ എങ്ങനെ അവിടെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. ഹല്ലേലൂയ, നീ ഒരു ഭവനമില്ലാതിരുന്നാലും നിന്റെ മക്കൾ ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, കിടക്കുന്നത് അങ്ങനെ കിടന്ന് ഭയങ്കര പക്ഷെ നീ എപ്പോഴും എണീക്കും, അപ്പോഴാണ് ഹാൽസ്വാദ് പിശാചിന് വിഷയമാകുന്നത്. ഇവിടെയും അതാണ് കാണുവാൻ കഴിയുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പോയി ഹാൽസോ ഹോരികന സൽബത്തും അമോന്യനായ ദാസൻ തോബിയാവും അരാമിനായ കേശവും ഇത് കേട്ടിട്ട് ഞങ്ങൾ പരിഹസിച്ചു, നിന്ദിച്ചു. നിങ്ങൾ ഇത് ചെയ്യുവാൻ പോകുന്നത് എന്താണ്? ഹല്ലേലൂയ, നിങ്ങൾ രാജാവിനോട് മത്സരിക്കുകയാണോ എന്തൊക്കെ പറഞ്ഞ് ഇവരുടെ മനസ്സുകളെ അധൈര്യപ്പെടുത്തുന്ന ശബ്ദത്തിൽ പുറപ്പെടുപ്പിക്കുമ്പോൾ നെഹമ്യാവ് 20-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ സ്വർഗത്തിലെ ദൈവം എനിക്കിത് സാധിച്ചു തരും. പിന്നെ പറയും, ദൈവത്തിൻ്റെ ദാസന്മാർ ഞങ്ങളിത് പണിയും. ഹല്ലേലൂയ സ്തോത്രം. ഇതിൻ്റെ ഏതൊരു അവകാശവും ഇതില്ല, നിങ്ങൾക്ക് കിട്ടത്തില്ല. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ പണിയുന്ന, നിങ്ങൾ ദൈവനാമത്തിന് കൊടുക്കുന്നതിന് പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് തരും. ആ നന്മയെടുത്ത് മറ്റാർക്കും കൊടുക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. അക്കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, 2-ാം അധ്യായത്തിൽ തുടങ്ങുന്ന വെല്ലുവിളി 4-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ വളരെ ശക്തമായി തുടങ്ങി കേട്ടോ. സ്തോത്രം. അവിടെ നെഹമ്യാവിൻ്റെ പ്രവചന പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നത് അത് ശത്രുക്കളുടെ കോപവും രോഷവും അവിടെ കാണാം എന്നുള്ളതാണ്. അതിനുശേഷം കാണുന്നത് സ്തോത്രം ദുർബലരായ യഹൂദന്മാർ ഒരു ദിവസം കൊണ്ട് ഇത് പണിയുമ്പോൾ ബന്ധുകിടക്കുന്ന ചാണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് കല്ലുകളെ ഉളയിപ്പിക്കുമ്പോൾ എന്നുള്ള വാക്കുകൾ അവിടെ പറയുകയും 4-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അവരെങ്ങനെ പണിതാൽ ഒരു കുറുക്കൻ കയറിയാൽ അവർ കൽമതിലുകൾ ഇടിഞ്ഞു വീഴും. ഹല്ലേലൂയ സ്തോത്രം. ഒരു കുറുക്കൻ കയറിയാൽ ഒരു കൽമതിൽ ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞാൽ നീ നെഹമ്യാവേ, നീ ഇത് പണിയുന്നുണ്ടല്ലോ, ഇത് സ്തോത്രം, ഇതിന്റെ പൂർത്തീകരണം കാണുവാൻ കഴിയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ പകൽക്കാലം നിങ്ങളോട് വിളിച്ചു പറയാം, നമ്മോടും വിളിച്ചു പറയും, നമ്മുടെ തലമുറയോടും വിളിച്ചു പറയും, അത് നീ പ്രാർത്ഥിക്കുന്ന ചുമ്മയാണ്, നീ രാവിലെ ബൈബിൾ എടുത്തുകൊണ്ട് പോകുന്ന വെറും വെറുതെയാണ് എന്നൊക്കെ പലരും പറഞ്ഞാലും നീ എടുക്കുന്നതിന് അർത്ഥമുണ്ടെന്നേ, നീ വിളിക്കുന്നതിന് പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെ ഹല്ലേലൂയ ഈ പകൽക്കാലം പ്രസംഗിക്കുന്നത്. അതേ സ്തോത്രം. ദൈവവൈതലേ, ദാവീദിനെ കുറിച്ച് പറയുന്നത് അതേ സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 30-ാം വാക്യമൊക്കെ കാണുമ്പോൾ ഈ നെഹമ്യാവ് തന്റെ സ്വന്തം മകൻ അബ്ശലോമിനെ കുറിച്ച് പേടിച്ചിട്ട് അതേ സ്തോത്രം സ്വന്തം അപ്പന്റെ രാജസിംഹാസനത്തെ കവർന്നെടുത്തിട്ട് സ്വന്തം ജനത്തെ സ്തോത്രം തന്റെ പക്ഷത്താക്കിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ദൈവവൈതലേ, ദാവീദ് സ്തോത്രം അത് അറിയുമ്പോൾ അവൻ തലയിൽ തുണിയിട്ട് കാലിൽ ചെരുപ്പില്ലാതെ ഒലിവുമലയിലേക്ക് കരഞ്ഞുകൊണ്ട് കയറുന്ന സ്തോത്രം ദാവീദിനായ ഭക്തനായി കാണുവാൻ കഴിയും. എന്നാൽ 3-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുകയാണ്, അതെ 2-ാം വാക്യം, അവൻ ദൈവത്തിന് രക്ഷയില്ല എന്നെ കുറിച്ച് പലരും പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിൽ രക്ഷയില്ല എന്നെ കുറിച്ച് പലരും പറഞ്ഞു. ഞാൻ സ്നാനപ്പെട്ടവൻ പറഞ്ഞതാ, ഇവൻ 7 വെള്ളത്തിൽ കുളിച്ചാൽ രക്ഷപ്പെടത്തില്ല. അത് കള്ളം പറയുന്നില്ല. 7 വെള്ളത്തിൽ അവൻ കുളിച്ചാലും രക്ഷപ്പെടത്തില്ല. ഞാനൊരു വീട് വെച്ചപ്പോൾ വീട് നോക്കി ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ പറഞ്ഞവനെ പ്രാർത്ഥിപ്പാൻ അവസരം തന്നൊരു കർത്താവിനെ ഞാൻ വിളിച്ചു തന്നെ. ആമേൻ, ഹല്ലേലൂയ. 7 പ്രാവശ്യം സ്നാനപ്പെട്ടാലും യവൻ ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞവനെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ കർത്താവിനെ നിയുക്തനാക്കി തീർത്ത ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നത്. ആമേൻ ജീസസ്. ഈ സ്തോത്രം. ദാവീദ് പറയുകയാണ്, എന്നോട് പറയുക, ഇനി എനിക്ക് രക്ഷയില്ല, എല്ലാം അസ്തമിച്ചു. എന്നാൽ ദാവീദ് 3-ാം വാക്യത്തിൽ പറയുകയാണ്, നീ യഹോവ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനാകുന്നു. നമ്മുടെ ദൈവം നമ്മുടെ തല ഉയർത്തുന്ന ദൈവമാണ്, നമ്മെ തള്ളിക്കളയുന്ന ദൈവമക്കളെ. അധൈര്യപ്പെട്ടു പോകരുത്. അധൈര്യത്തിൻ്റെ ശബ്ദങ്ങൾ കേട്ട് നിരാശനായി തീരരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ബലത്തോടെ ദൈവകൃപയിൽ നിറഞ്ഞു നിൽമാൽ നിങ്ങൾക്ക് ദോഷമായൊന്നും സംഭവിക്കത്തില്ല. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളുടെ സമാധാനം കെട്ടുപോകുന്നത് നമ്മൾ തന്നെ കേട്ടോ.
ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അല്പം ക്ഷമിപ്പാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങൾക്കൊരു നല്ല ഉപദേശം കൂടെ പറഞ്ഞു തരാം. വർഷാവസാനമായില്ലേ? ഭാര്യയും ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന് ഐക്യത ഉണ്ടാകണമെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ നല്ല ഗുണത്തെ രാവിലെ എണീക്കും ചിന്തിക്കണം. ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ടാകണമെങ്കിൽ ഭാര്യയുടെ നല്ല കാര്യങ്ങളെ ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഭാര്യ എന്ത് മോശം ചിന്തിക്കും, ഭർത്താവ് എന്ത് മോശം ചിന്തിക്കും, ഇത് ചിന്തിച്ചുകൊണ്ട് എണീക്കുന്നുണ്ട് ആ വീട്ടിലടി ഉണ്ടാവുന്നത്. പക്ഷെ നന്മ എല്ലാ വ്യക്തികളിലും കാണും, തിന്മ ചില ദോഷം കുടുംബജീവിതത്തിൽ കാണും. ഇല്ല എന്നല്ല, എല്ലാവരും തികഞ്ഞവരല്ല. പക്ഷെയോ ഹല്ലേലൂയ, പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിൽ 99 നല്ല ഗുണങ്ങളെയും കളഞ്ഞിട്ട് ഒരു തെറ്റായ സാഹചര്യങ്ങൾ, ശബ്ദങ്ങളെ നമ്മൾ പറയുന്നതുകൊണ്ട് നമ്മളെ വീട്ടിൽ സമാധാനങ്ങളില്ല. അതെ, ബൈബിൾ ഇങ്ങനെ പറയുക. നമ്മൾ പറയാം, സ്തോത്രം, ഞാനൊരു തുണിക്കേറി കെട്ടിപ്പിടിച്ച് നിന്നിട്ട് പറയുകയാണ് എനിക്ക് വിടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സഹോദര സഹോദരി, ഞാൻ തന്നെ പിടിച്ചിരിക്കുന്നത് ഞാൻ തന്നെ വിട്ടല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ 6-ാം അധ്യായം അതിൻ്റെ 5-ാം ഭാഗം, മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ എന്ന പോലെ നിന്നെ തന്നെ നീ വെടിവെക്കുക. ഒരു നായാട്ടുകാരൻ്റെ മുമ്പിൽ ചെന്ന് ഒരു മാൻ നിന്ന് കൊടുത്തിട്ട് പറയും എന്നെ വെടിവെച്ചു കൊള്ളാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പക്ഷിയെ വേട്ടക്കാരൻ്റെ മുമ്പിൽ ചെന്ന് പക്ഷി നിന്നു കൊടുക്കില്ല, എന്നെ വലയിൽ കുരുക്കാൻ പറയുമോ? ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ, ഇതൊക്കെ അറിയാമെങ്കിലും കവറിനകത്ത് എഴുതി വെച്ചിട്ട് മദ്യം സ്വോത്രം ഇത് കഴിക്കരുതെന്ന് എഴുതി വെച്ചിരിക്കും, എങ്കിലും നമ്മളത് കുടിക്കും. ഹല്ലേലൂയ, സ്വോത്രം. ഇതുപോലെ എല്ലാ അനർത്ഥത്തിലേക്ക് പോകുകയാണ്. അതേ ദൈവമക്കളെ, നമ്മൾ ദൈവസ്ഥലിൽ കരയേണ്ട സമയങ്ങളാണ്. ഞാൻ നിങ്ങളോട് വ്യക്തമാണ്, എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഇവരിങ്ങോട്ട് ചാടി എണീറ്റ് ഇവിടെ വന്നപ്പോൾ എനിക്ക് പട്ടാള ക്യാമ്പ് ഓർമ്മ വന്നത്. ട്രെയിനിങ് പട്ടാള പിള്ളേരുണ്ടല്ലോ, കൊച്ചു കുട്ടികളുണ്ടല്ലോ, അവരിങ്ങോട്ടാന്ന് പറയുമ്പോൾ ഓടി വന്ന് ഞാൻ നേരിക്കും. അതുപോലെ സന്തോഷം. ദൈവമക്കൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്ഥലം നീക്കണം മക്കളെ. അതേ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. ആമേൻ. ഒരു വാക്ക് നിങ്ങൾ യുവത്വത്തിൽ ഇവിടെ വിതച്ചത് അത് മുളച്ച് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യേശുവിനെ ഏത് മക്കൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ, അത് പൂർണ്ണത എത്തിച്ചിട്ടുണ്ടോ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് നിങ്ങളെ നടത്തുക തന്നെ ചെയ്യും. ഇതെൻ്റെ ഒരു അനുഭവത്തിൻ്റെ പുറത്ത് ഞാൻ പറയുക. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളെ തരണം ചെയ്തവനാ. ഇവിടെ പ്രവചനം ഇത് പറയുമ്പോൾ എൻ്റെ പട്ടാള ജീവിതത്തിൽ പലപ്പോഴും ഞാൻ കഷ്ടതയെ അഭിമുഖീകരിച്ചവനാണ്. ആമേൻ, ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പട്ടാളക്കാരൻ നിസ്സാരമായി ജോലി ചെയ്ത് കളയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അധൈര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. എൻ്റെ ജീവിതത്തിൽ ഇനി നിൽക്കണമോ പോകണമോ എന്ന് ഞാൻ ചിന്തിച്ച സമയങ്ങളുണ്ട്. കാശ്മീരിൽ 10 വർഷത്തെ സർവീസ് 3 ടേണായി. പലപ്പോഴും മരണം മുഖാമുഖമായി കണ്ടു. എൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്തവർ പലരും സ്തോത്രം വീരമൃത്യു വരിച്ച് അവർ സ്തോത്രം മണ്ണിലടയിൽ അകപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. പലരും അംഗവൈകല്യങ്ങൾ സംഭവിച്ച് വെടികൊണ്ടും ഗ്രനേഡുകൾ പൊട്ടിയും ബോംബ് പൊട്ടിയും ശവശരീരങ്ങൾ ജീവിച്ചിരിക്കുന്നവയിൽ മരിച്ചവന് തുല്യമായിരിക്കുന്ന അനേകരുണ്ട്. സ്തോത്രം. കാശ്മീരിൽ ഒരിക്കൽ ഞാനും പോകുന്ന സമയത്ത് ഐസ് കട്ടകൾ ഞെളിഞ്ഞ് വീഴുമ്പോൾ തണുപ്പടിച്ച് കൈകളും കാലുകളും മനസ്സുകളും മരവിച്ചപ്പോൾ തോക്കിന് ജിപ്സി കാത്തിട്ടിട്ട് എനിക്ക് ഈ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് സ്തോത്രം പലപ്പോഴും ഞാനും ചിന്തിച്ചു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് ഒരു പദ്ധതികളുണ്ട് മക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം കൈവടിയാത്തൊരു ദൈവമാ. ഹല്ലേലൂയ, സ്തോത്രം. ഏത് സ്ഥലങ്ങളിൽ കയറുവാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കയറി ചെല്ലുമ്പോഴും യേശുവിനോട് സ്തോത്രം പറഞ്ഞുകൊണ്ട് സ്തോത്രം മല നോക്കാതെ തറയിൽ നോക്കിക്കൊണ്ട് അതിനെ പൂർത്തീകരിപ്പാനും 24 വർഷം ദൈവത്തിൻ്റെ സന്നിധി വിശ്വസ്തയോടെ രാജ്യത്തിൻ്റെ അതിർത്തി കാത്തു സൂക്ഷിച്ച സ്തോത്രം ഒരു അതിർത്തി സേനകൻ എന്നുള്ള നിലയിലും ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലേക്ക് അധൈര്യം വരാം. പക്ഷെയോ അധൈര്യത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവൻ നിങ്ങളെ കൈവെടിയുന്ന ഒരു കർത്താവല്ല. ആമേൻ. നിങ്ങളുടെ തലമുറകളെ ഓർത്ത് നിങ്ങൾ കരയണം. എനിക്ക് ഇനി ഒരുപാട് പ്രസംഗിച്ചില്ലെങ്കിലും സ്തോത്രം ഇന്ന് എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയണം. അനേക കുടുംബങ്ങളുടെ അവസ്ഥകൾ കണ്ടിട്ട് നിങ്ങളോട് ഞാൻ കെഞ്ചുകയാണ്. നിങ്ങൾ ടിവിയും മൊബൈലും കണ്ടിരുന്ന സമയങ്ങൾ കളയാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായി ഈ ലോകത്തിൻ്റെ പാപത്തിലേക്ക് അവർ പോകാതിരിപ്പാൻ നിങ്ങൾ കരഞ്ഞ് രാത്രിയിൽ പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥിച്ചവൻ്റെ മക്കളെ അനുഗ്രഹിച്ച ഒരു ആത്മീയ കാഴ്ചപ്പാടിൽ നിന്ന് പ്രസംഗിക്കുക. ചുമ്മാ ഒരു വാചാതുര്യത്തിന് കുറെ കാശ് കിട്ടുമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുവാൻ ഇറങ്ങിയവനല്ല ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായി ഈ പാപം അലന്നിരിക്കുന്ന ഒരു മാതാപിതാക്കൾക്കും സമാധാനമില്ലാത്ത മക്കളെ കണ്ട് കണ്ണുനീർ തൂയുന്ന സ്തോത്രം കണ്ണുനീരോടെ കഴിയുന്ന എത്രയും മാതാപിതാക്കളുണ്ട് നിങ്ങൾക്കറിയാമോ? മക്കളെ കണ്ട് ഭയക്കുന്ന എത്രയും മാതാപിതാക്കളുണ്ടെന്നറിയാമോ? ആ ഭൂമിയിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കൂ സഹോദര. ഈ കാലഘട്ടത്തിൽ എണീറ്റ് പ്രാർത്ഥിച്ച് നിന്റെ മക്കളുടെ ജീവരക്ഷയ്ക്കായി ആ കർത്താവിൻ്റെ കരയിലേക്ക്, കർത്താവേ നീ തന്ന ജന്മത്തെ സ്തോത്രം ഒന്ന് നിന്നെ കണ്ട് ആരാധിപ്പാൻ ഒരു ഭാഗ്യം കൊടുക്കുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നെഹെമ്യാ അവിടെ ചെന്നു. സ്തോത്രം.
അവിടെ ചെല്ലുമ്പോൾ ഹർസോത്രം കഷ്ടതയും പ്രയാസങ്ങളും അവൻ്റെ ജീവിതത്തിൽ അതേ ഹർസോത്ത് ഒത്തിരി വെല്ലുവിളികളുണ്ടായി. അതുകൊണ്ട് പറയും ഇതുപോലത്തെ അപശബ്ദങ്ങൾ കേട്ടപ്പോൾ അവൻ ഹർസോ അധൈര്യപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ദൈവമക്കളെ, അവൻ ആ ധൈര്യത്തെ ഹൽസ്തോത്രം അവൻ ദൈവ പൈതലായ പ്രാർത്ഥിച്ചിറങ്ങിയവനാണ്. അവരെ ഹൽസ്തോത്രം അവിടെ കാണുവാൻ കഴിയുന്നത്. ഇവരെ അവിടെ വളരെ ശക്തിയോടുകൂടി അവർ പണിതുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മേൽ അധൈര്യത്തിൻ്റെ ശക്തി കയറുവാനിടയായി. അവിടെ പറയുന്നത് ഹൽസ്തോത്രം അവിടെ പറയും, ഞങ്ങൾ ഹൽസ്തോത്രം ഞങ്ങൾ മതിൽ പണിതുപോലെ വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നു കൊണ്ട് മതിൽ മുഴുവനും പാതിപ്പൊക്കം വരെയും തീർന്നു എന്ന് കാണുവാൻ ഇവർ ഉത്സാഹത്തോടെ പണിതു. പാതിപ്പൊക്കം വരെ പണിത് പണി പൂർത്തീകരിച്ചപ്പോൾ അവരുടെ മനസ്സിൽ ഒന്നാമതായി ഉണ്ടായത് അതേ ഹൽസ്തോത്രം ശക്തി ക്ഷയിച്ചു തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. ശത്രുക്കളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ വാക്കുകൾ വലിയ ശക്തിയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്മ ചെയ്യുവാൻ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നന്മയല്ല, നിങ്ങൾ വാക്കുകൊണ്ട് ഒരുപാട് ശക്തി ആവശ്യം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. ഇത് നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുമോ? വാക്കുകൾ കൊണ്ട് ഒരുപാട് ആൾസ്തോത്രം പേർക്ക് നന്മ ചെയ്യുവാൻ കഴിയും. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ ഒരു വർഷം ആൾസ്തോത്രം ഞാൻ ശ്രീചിത്ര ആശുപത്രിയിൽ സെക്യൂരിറ്റി ആയിരുന്നവനാ. ആൾസ്തോത്രം പലരും കടന്ന് തമിഴുകാരിലെ ആൾക്കാർ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോണം, കർത്താവേ ഒരു നന്മ, പൈസ കൊടുക്കുവാനല്ല, മറിച്ച് ചിലപ്പോൾ ഒന്നും അറിയാതെ വഴിതെറ്റി നടക്കുന്ന മനുഷ്യരോട് വഴി പറഞ്ഞു കൊടുക്കുന്നത് പോലും ഒരു നന്മയാ. വിശ്വസിക്കാൻ പറ്റുമോ? വഴിതെറ്റി നടക്കുന്ന മനുഷ്യന് ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നതും നന്മയാ. മക്കളെ, കൂടെ പഠിക്കുന്നവർ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നീ ഒരു വഴി കാട്ടിയായാൽ നന്മയാന്നത്. ആമേൻ. ഞാൻ അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ ഹൽസ്തോത്രം നന്മ എന്തെന്ന് പഠിച്ചത്. ഹല്ലേലൂയ. ശബ്ദങ്ങൾ ഓപ്പറേഷൻ കൊച്ചു മക്കളെ കൊണ്ടിരുത്തിയിട്ട് അതേ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ജീവന് വേണ്ടി കെഞ്ചി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാതാവായാലും പിതാവായാലും ഞാൻ അരികിലേക്ക് ചെല്ലും. ഹല്ലേലൂയ. ഏത് മതക്കാരന് ഞാൻ നോക്കാറില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും സഹോദര സഹോദരി. കരയരുതെന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ മുഖങ്ങളെ ഞാൻ ചിരിച്ചു കൊണ്ടുപോകുന്നത്, എന്നോട് തൊഴുതു കൊണ്ടുപോകുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ആമേൻ, ക്രിസ്തു നിങ്ങളിൽ ഉള്ളിലുണ്ടെങ്കിൽ ഒരു നന്മ ഒരു ദിവസം ചെയ്യുവാൻ നിങ്ങൾ പ്രാപ്തരായി തീരണം. ഹല്ലേലൂയ. അത് കാശുണ്ടെ കാശ്, വാക്കിനാൽ വാക്കിൽ, പ്രവൃത്തിയാൽ അത് നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കും. ഭർത്താവിനോട് നല്ല വാക്ക് പറഞ്ഞാൽ നന്മയാന്നേ. ഹല്ലേലൂയ. മക്കൾ മാതാപിതാക്കളോട് നല്ല വാക്ക് പറഞ്ഞാൽ നന്മയാണ്. അത് നിനക്ക് വഴികാട്ടിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ കാണുവാൻ കഴിയുന്നത് അവരുമേൽ ഹർഷന്ത് ഒന്നാമതായി ശക്തി ക്ഷയിച്ചു തുടങ്ങി. 4-ാമത്തെ 7-ാം വാക്യത്തിൽ യെരൂശലേമിന്റെ മതിലുകൾ ഒറ്റ തീർന്നിരിക്കുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൽബത്തും തോബിയാം ഹരാമിയരും അമോന്യരായ അസോഖ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. പണി പൂർത്തീകരിച്ചു കേട്ടോ. ഇത് വലിയൊരു വിഷയമാണ്, സമയമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവർ പണി പൂർത്തീകരിച്ചെന്ന് പറഞ്ഞപ്പോൾ അവിടെ എണ്ണം കൂടി. നേരത്തെ 3 പേരുള്ളൂ, ഇപ്പോൾ 2 പേരും കൂടി കൂടിയിട്ടുണ്ട്. അത് 5 പേരായി കേട്ടോ. ഹല്ലേലൂയ. ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുകയുള്ളത്തുള്ളൂ, കുറയത്തില്ല. അപ്പോൾ നീ ശക്തിയോടെ പ്രാർത്ഥിക്കണം. ആമേൻ. ഇവർ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ആൾസ്തോത്രം. ഇവർ ശത്രുത വരുന്നപ്പോൾ അവർ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ആൾസ്തോത്രം. ഇവരുടെ ശത്രുത കേട്ടപ്പോൾ ജനം ചെയ്തു, അവർ ദുഃഖിതരായി തീർന്നു, നിരാശരായി തീർന്നു. പക്ഷെയോ നെഹമ്യാവ് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ പ്രാർത്ഥിച്ചു, ദൈവസ്ഥാനിൽ എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവിടെ കാണുന്ന 13-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഞാൻ മതിലിൻ്റെ പിൻപുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനത്തെ സ്തോത്രം കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും കൂടി വില്ലുകളോടും കൂടെ നിർത്തി. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വചനമാണ്. ഹല്ലേലൂയ സ്തോത്രം. ശത്രുത ഉയർന്നപ്പോൾ നെഹമ്യാവ് എന്ത് ചെയ്യുന്നറിയാമോ? ആ ശത്രുത മനോഭാവത്തെ തളർന്നിരിക്കുക ജനത്തോട് കൂടുകയല്ല, മറിച്ച് അവരെ കുടുംബമായി 4 ചുറ്റും മതിലിൻ്റെ ഗ്യാപ്പുകളിൽ നിർത്തി. ഹല്ലേലൂയ സ്തോത്രം. നിർത്തി അവരുടെ കയ്യിൽ എന്ത് കുന്തവും വാളുമൊക്കെ കൊടുത്തു കേട്ടോ. നമ്മളിലൊരു വാളുണ്ട്, പ്രാർത്ഥന എന്ന വാള്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെടുത്ത് വീശിക്കഴിഞ്ഞാൽ ആരും അടുത്ത് വരത്തില്ല. ഇവർ ഹൽസ്തോത്രം നിർത്തി. ഹല്ലേലൂയ സ്തോത്രം. അവിടെ കാണുവാൻ കഴിയുന്നത് അവരോട് പറയുന്ന വാക്കാ. അതിൻ്റെ 14-ാം വാക്യത്തിൽ കാണുന്നത് നെഹമ്യാവ് ഹൽസ്തോത്രം അവിടെ പറയുന്നത്, നിങ്ങൾ അവരെ പേടിക്കണ്ട കേട്ടോ. വലിയവനും ഭയങ്കരമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവിൻ. നമ്മുടെ ദൈവം ആരാണ്? ഭയങ്കരനും എന്താണ്? വലിയവനുമായൊരു ദൈവത്തെ നാം ആരാധിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെന്നിട്ട് അതെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഹല്ലേലൂയ കർത്താവേ, എൻ്റെ ജീവിതത്തെ നീ അങ്ങ് പണിയണമേ എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ പണിയും, ഏതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ഈ നെഹമ്യാവ് സ്തോത്രം അവരോട് പറഞ്ഞ് ശക്തീകരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ സ്തോത്രം അധൈര്യത്തിൻ്റെ ശക്തികൾ വരുമ്പോൾ പലരും വന്നിട്ട് അധൈര്യപ്പെടുത്തുന്നതിനെ കാണും. എനിക്കിഷ്ടമല്ല കേട്ടോ സ്തോത്രം. എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞാൽ
അത് നടത്തി കൊടുക്കാനുള്ള കഴിവ് എനിക്കുണ്ടാകണം. ഇല്ലെങ്കിൽ പറയാൻ പോകരുത്. ദൈവം ഒരു പ്രവചനം തന്നാൽ ആ പ്രവചനം നിവർത്തിയാകണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തമിഴ്നാട്ടിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് കരഞ്ഞിട്ട് പറയും, ഇത് എനിക്കുള്ള മെസ്സേജാണ്, എൻ്റെ വീട് വരെ വരാമോ? ഞാൻ പറഞ്ഞു, ആൾസ്തോത്രം ഞാൻ വരാം, പക്ഷേ ഇപ്പോൾ വരുന്നത് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, ഇത് ഇവിടെ നിന്ന് ഇറങ്ങി എനിക്ക് ജോലിക്ക് പോകേണ്ടതാണ്. ആൾസ്തോത്രം ഞാൻ സഹോദരൻ വീട്ടിൽ ചെല്ലുമ്പോൾ കുറേ വിഷയങ്ങളാണ്. പ്രാർത്ഥിക്കുന്നൊരു കുടുംബമാണ്. ആൾസ്തോത്രം ദൈവാത്മാവിനോട് പറഞ്ഞത് അവനെ ധൈര്യപ്പെടുത്തുക. ഞാൻ അവരെ ധൈര്യപ്പെടുത്തി പ്രാർത്ഥിച്ചു ഇറങ്ങിപ്പോന്നു. അവിടെ അധൈര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതുപോലെ ദൈവമക്കളെ, നമ്മുടെ ദൈവശബ്ദങ്ങളെ കേൾക്കുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ ഞരക്കങ്ങളെ അറിയുന്നൊരു കർത്താവാണ് ഞാൻ. ആക്സിഡൻ്റ് ആയിട്ട് ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ഈ മുഖങ്ങളെല്ലാം വികൃതമായിരിക്കുന്ന രൂപത്തിലാണ് രണ്ടുപേരും എന്നെ കാണുന്നത്. ഹല്ലേലൂയ ആശുപത്രി പോകുന്ന വഴിക്കാണ് എന്നെ കാണുന്നത്. ഹല്ലേലൂയ ജീവിതത്തിലെല്ലാം അസ്തമിച്ചു. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്കിനി പ്രസംഗിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ആ മനുഷ്യനെ ഇങ്ങനെ നോക്കുക, എനിക്കിനി പ്രസംഗിക്കാൻ പറ്റുമോ ഡോക്ടറെ എന്നാണ് ഞാൻ ചോദിച്ചത്. ഹല്ലേലൂയ. ബോധമില്ലാതെ കുറേ ദിവസം 2 ആശുപത്രിയിൽ കയറി, മെഡിക്കൽ കോളേജിൽ ശേഷം 10 ദിവസത്തോളം കടന്നു. അതൊക്കെ കഴിഞ്ഞു പോയി. അതിനുശേഷം ഒത്തിരി സംഭവങ്ങളുടെ ജീവിതത്തിലുണ്ടായി. പലതും തകർന്നു പോകുമെന്ന് അത് എൻ്റെ മുഖത്തോട് നോക്കിയൊരു പിശാച് വെല്ലുവിളിച്ചപ്പോഴും കരഞ്ഞു പൊട്ടിക്കരഞ്ഞൊരു കുഞ്ഞിനെ പോലെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിലവിളിച്ച സമയങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കും പ്രാർത്ഥിക്കുന്നവനും പ്രസംഗിക്കുന്നവനൊന്നും വിഷയങ്ങളില്ല. നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വരുമ്പോൾ നാം വിഷയങ്ങളെ നോക്കി ഹൽസ്തോത്രം കരഞ്ഞിരിക്കുന്നവരല്ല. ആ ദൈവസ്ഥാനം നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം അതിന് വിശാലത വരുത്തും. ഈ ഭൂമി നമുക്ക് കഷ്ടതയും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ അവിടെ മധ്യത്തിലും നമ്മെ കരം താങ്ങുന്ന കർത്താവ് നമ്മളോട് ഉള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒന്നുമില്ലാത്തവൻ എന്തു ചെയ്യും? നമ്മെ കരം താങ്ങുന്നൊരു കർത്താവുണ്ടല്ലോ. നമുക്ക് വേണ്ടി പണിയാമെന്ന് പറഞ്ഞൊരു കർത്താവില്ലേ? നമ്മളെ സ്നേഹിക്കുന്നൊരു ദൈവമില്ലേ? കരഞ്ഞാൽ കേൾക്കാനൊരു യേശുവില്ലേ? ഹല്ലേലൂയ. എത്രയോ മനുഷ്യർക്ക് അവരുടെ കണ്ണുനീരുകളെ കാണുവാനോ കേൾപ്പാനും കഴിയാതിരിക്കുമ്പോൾ ആരുമില്ല എങ്കിലും നമ്മുടെ കണ്ണുനീരുകളെയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഞരക്കങ്ങളെയും വേദനകളെയും അറിയുന്ന ഒരു യേശുപ്പൻ നമുക്കില്ലേ? അതാണ് മഹാഭാഗ്യം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, നെഹമ്യാവിൻ്റെ മുമ്പിൽ ഇവരെല്ലാം അധൈര്യത്തിൻ്റെ ശബ്ദങ്ങൾ മുഴക്കി അവരെ നിരാശപ്പെടുത്തി അവരുടെ വിഷയങ്ങളിൽ നിന്ന് അവരെ മാറ്റുവാൻ അവരാഗ്രഹിച്ചുവെങ്കിലും നെഹമ്യാവ് ഹല്ലേലൂയ പ്രാർത്ഥിച്ചിറങ്ങിയവൻ അതിൻ്റെ പൂർത്തീകരണം കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ കാണുന്നത് ചുമടുകാർ ചുമട് പിടിച്ചിട്ട് ചുമടിലൊരു കൈയും മറുകൈയിൽ ചെയ്തു കുന്തങ്ങളും പിടിച്ച് അവർ വേലയിൽ ജാഗരൂകരായി തീർന്നു. ഒരു കൈ കൊണ്ട് അവർ പണിയെയും ഒരു കൈ കൊണ്ട് ചെയ്തു സ്തോത്രം അവർ ആയുധങ്ങളെ പിടിച്ചു. ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാശ്മീരിൽ പുറത്ത് എവിടെ പോയാലും കിടക്കുന്ന കട്ടിലിനടിയിൽ നമ്മൾ തോക്കുവാർ, അത് ലോഡ് ചെയ്ത് തോക്കാം. ഹല്ലേലൂയ. ശത്രുവിനെ ഭയന്നിട്ട് തോക്ക് നമ്മുടെ കട്ടിലിനടിയിൽ എപ്പോഴും കാണാം. നമ്മൾ പുറത്ത് കുളിക്കുവാൻ പോയാലോ പുറത്ത് ഏതാവശ്യത്തിന് പോയാലും നമ്മുടെ കയ്യിൽ തോക്ക് കാണും. തോക്ക് നമ്മളവിടെ കുളിക്കാൻ പോയാലും തൂക്കിയിട്ടിരിക്കും. ഹല്ലേലൂയ. ശത്രു ഫയർ ചെയ്താൽ നമ്മളവിടെ തിരിച്ച് ഫയർ ചെയ്യും. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഈ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ എന്തുമാത്രം വെല്ലുവിളികളെ നെഹമ്യാവും കൂട്ടരും സഹിച്ചു എന്നറിയാമോ? അവിടെ പറയുന്നത് അവർ കുളിക്കാതെ, അവർ തുണികളെ മാറ്റാതെ വണ്ണം അവർ നിത്യവും അവരുടെ വേലയിൽ ശുഷ്കാന്തിയോടെ ഇരുന്നു. ഈ അവസാന ദിവസത്തിൽ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ അല്പം ശാന്തമായി സമയങ്ങളെ വേർതിരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളെ സമയങ്ങൾ വ്യർത്ഥാക്കി കഴിയത് എത്രയോ നല്ല നല്ല മനുഷ്യർ, എത്രയോ സ്തോത്രം വിശുദ്ധന്മാർ, എത്രയോ സ്തോത്രം ധനവാന്മാരൊക്കെ ഈ ഭൂമി വിട്ട് മാറ്റപ്പെട്ടൊരു കാലഘട്ടത്തിൽ ഈ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങൾ കാണുവാൻ കർത്താവ് കൃപ തന്നതുകൊണ്ട് നിങ്ങളെല്ലാം ദൈവ സ്നേഹത്തിൻ്റെ മറവിൽ സ്തോത്രമായിരിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ അപേക്ഷിക്കുകയാണ്. കൊച്ചുമക്കളോടും പറയുവാനുള്ളത്, മക്കളെ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങോട്ട് നോക്കിയേ. ഹല്ലേലൂയ. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം. അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നവർ മാത്രമേ അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളൂ. ആമേൻ. ഇന്ന് നിങ്ങൾ കാണുന്ന സമ്പൽ സമൃദ്ധിയും നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങളും നല്ല ഭവനങ്ങളൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണ്. ആമേൻ. ഞങ്ങൾ ചുറ്റുലി സ്തോത്രം മഴവെള്ളം തറയിൽ വീഴുകയും നല്ല ഭക്ഷണം നോക്കി സ്തോത്രം നോക്കിക്കൊണ്ടുപോകുന്നതല്ലാതെ കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വളർന്നവരാ. എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന നന്മ ദൈവത്തിൻ്റെ ദാനമാണെന്ന് നിങ്ങൾ മറന്നു പോകാതെ, നിങ്ങളുടെ അപ്പനും അമ്മയോടും കയർക്കാതെ, ദേഷ്യപ്പെടാതെ, ഈർഷ്യപ്പെടാതെ അവർക്ക് കീഴ്പ്പെട്ട് നിങ്ങൾ ജീവിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ കടന്നു വരും. ആമേൻ. ഒരു സുവിശേഷകൻ മാത്രമല്ല, ഒരു പട്ടാളക്കാരനായ ഒരുവൻ്റെ ഉപദേശമായി നിങ്ങൾ കേട്ട്
നിങ്ങളെ തന്നെ പണിയുക, യേശുവിനായി നിങ്ങളെ സമർപ്പിക്കുക, കർത്താവിൻ്റെ കരങ്ങളേൽപ്പിക്കുക. നഷ്ടപ്പെട്ടതിനെ ഭാസ്വത്രം ഞാൻ വീണ്ടും പറയാം. നിങ്ങൾ വിചാരിക്കും നിൻ്റെ കൂട്ടുകാരനെ പോലെ പഠിക്കാൻ നിനക്ക് കഴിവില്ല എന്ന് വിചാരിക്കും. പക്ഷേയോ, പ്രാർത്ഥിച്ച അല്ലെങ്കിൽ പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾക്കറിയാമോ? ദാവീദ് ആടിനെ മേച്ച് നടന്നവനാ. സഹോദരന്മാരെ മാറ്റി നിർത്തി ദൈവം കൊമ്പിൻ തലം കൊണ്ട് അഭിഷേകം ചെയ്യിച്ചു. ഞാൻ 3-ാം പ്രാവശ്യം 10ാം ക്ലാസ് പാസ്സായവനാ എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം പാസ്സാവണമെന്നല്ല. പക്ഷേ ദൈവത്തിന് ആൾസ്തോത്രം ഒരു പദ്ധതി ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് കൊടുക്കുവാൻ പറ്റുന്ന ദൈവം കൊടുക്കും. 19ാമത്തെ വയസ്സിൽ ആൾസ്തോത്രം അതിർത്തി സേനയിൽ ഉദ്യോഗസ്ഥനായതാ. ഈ കയ്യിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശമ്പളം 19ാമത്തെ വയസ്സിൽ വന്നതാ. ഇന്ന് വരെ എൻ്റെ കർത്താവ് മുടക്കിയിട്ടില്ല, ചെറുതായാലും വലുതായാലും. ആമേൻ. ഞാൻ 10ാം ക്ലാസ് തോറ്റു എന്ന് പറഞ്ഞ് നിങ്ങൾ തോക്കാനല്ല പറഞ്ഞത്. മക്കളെ പഠിക്കണം കേട്ടോ. അനുസരണമുള്ള മക്കളാകണം. അനുസരണമുള്ള മക്കൾ. ഇന്ന് അനേകം മക്കളെ ഓർത്തിട്ട് കരയുന്ന മാതാപിതാക്കളെ കണ്ട് പറയുക, ഹല്ലേലൂയ. അനേകം മാതാപിതാക്കൾ കരയുക. ബന്ധക്കോസ് അനുഭവത്തിലുള്ള മക്കൾ കുടുംബത്തിൽ ഇതാ അവസ്ഥയാ. പുരോഹിതന്റെ മക്കൾക്കും ഹർസ്തോത്രം ലക്ഷ്യമില്ല, പ്രസംഗിക്കുന്നവന്റെ മക്കൾക്കും ലക്ഷ്യമില്ല. എല്ലാം ഇങ്ങനെ ഹർസ്തോത്രം ഏതോ ഒരു ഇരുളിന്റെ ശക്തിയിൽ കൂടെ വ്യാപരിക്കുന്നത് പോലെ. ഇതുകൊണ്ടാ ഞാൻ 3ാം ക്ലാസ് തോറ്റെന്ന് 10ാം ക്ലാസ് 3 പ്രാവശ്യം തോറ്റെന്ന് ഒളിച്ചു വയ്ക്കാതെ പറഞ്ഞെന്നറിയാമോ? എൻ്റെ ദൈവം വലിയവനായോണ്ടാ. നിങ്ങൾ ഉയർത്തുമെന്ന് ഉറപ്പ് തരുവാനാ, ധൈര്യം തരുവാനാ. അതുകൊണ്ട് ഈ പകൽക്കാലം നിങ്ങളോട് പറയുമ്പോഴൊരു നല്ല സന്ദേശം, എൻ്റെ കൊച്ചുമക്കളെ, ഈ കാണുന്ന ലോകത്തിൻ്റെ കൂട്ടുകാരോടുകൂടെ നിങ്ങൾ ഓടരുത്. നിങ്ങൾക്ക് പറ്റിയതും ഫലിച്ചതുമായ മക്കളോട് കൂട്ടുകൂടുക, അവരോട് സംസാരിക്കുക, അവരോടുകൂടെ ചേർന്ന് നിന്നിട്ട് ദൈവം തരുന്ന നന്മയ്ക്കായി കാത്തിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അവർ മാത്രമേ ഇനി അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ഇല്ല എങ്കിൽ ഈ ഹർസ്തോത്രം രാവിലെ മുളച്ചു വരുന്ന ഈ ആമ്പറ്റ പോലെ ഹർസ്തോത്രം അത് ശകലം പറന്നുയർന്ന് അത് ചിറകുകൾ ഹർസ്തോത്രം കൊഴിഞ്ഞു വീഴുന്നത് പോലെ അനേക മക്കൾ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും കഞ്ചാവിനും അടിമയായിട്ട് അതേ സമാധാനമില്ല. 21 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം ജയിലുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അവരെ ഓർത്ത് മാതാപിതാക്കൾ കരയുക. സഭയെ നീ ഉണര്, സഭയെ നീ ഉണര്, ദൈവമക്കളെ ഉണര്. ഇനി എത്ര നീ ഉറങ്ങും? എത്ര ഉറങ്ങും? അപ്പനമ്മമാരുടെ ബാലശിക്ഷ അല്ലെങ്കിൽ ശിക്ഷ കേൾപ്പാൻ ആഗ്രഹിക്കുന്ന മക്കൾ, അപ്പൻ്റെ അമ്മയെ അടി കിട്ടുന്നെങ്കിൽ ഭാഗ്യമാണെന്ന് എണ്ണിക്കൊള്ളും കേട്ടോ. അപ്പൻ്റെ അമ്മയുടെ അടിയും ഹർസ്തോത്രം അടി കിട്ടുന്നുവെങ്കിൽ അത് നീ ഭാഗ്യമാണെന്ന് എണ്ണിക്കൊള്ളണം. ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നെഹമ്യാവ് പ്രാർത്ഥിച്ചു തുടങ്ങിയ ഹർസ്തോത്രം മതിലിന്റെ പണി ശത്രു എത്ര വെല്ലുവിളിച്ചാലും അത് നിർത്തുവാൻ ദൈവം അനുവദിച്ചില്ല കേട്ടോ. എത്ര തന്നെ വെല്ലുവിളിച്ചാലും. ശക്തന്മാരാ ആ 3 പേര്, 2 പേര് ഗവർണർ, മുഴുവൻ മന്ത്രിയുമായിരുന്നു. ഇവരൊക്കെ ശക്തന്മാരായിരുന്നു. ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾ വിളിച്ചു പറയുവാൻ, നിങ്ങളുടെ മുമ്പിൽ ഏത് വെല്ലുവിളി ഉയർന്നാലും നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കണം, കർത്താവിനോട് ചേർന്ന് നിൽക്കണം, പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. അതേ ദൈവമക്കളെ, അവകാശം പ്രാർത്ഥിച്ചിറങ്ങിയ പണി 12ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ മതിലുകളെ പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ യാഗം ചെയ്ത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ശുശ്രൂഷ നിർത്തി പ്രാർത്ഥിപ്പാൻ ദൈവവാദം ക്ഷണപ്പെടുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ അധൈര്യമായിരിക്കുന്ന സംഭവങ്ങൾ, ഒരു പൂർത്തീകരണം കാണുവാൻ കഴിയാതിരിക്കുന്ന സംഭവങ്ങൾ, ഹല്ലേലൂയ, യേശുവിനെ നീ ആഗ്രഹിച്ചതുപോലെ എത്തിപ്പിടിപ്പാൻ കഴിയാത്ത ഏതെങ്കിലും സാഹചര്യത്തോടെ നിൽക്കുന്നുവെങ്കിൽ, മാരകമായ രോഗത്താൽ നീ പിടിക്കപ്പെട്ടിട്ട് ഹല്ലേലൂയ എനിക്ക് ഇനി ഒരു സൗഖ്യമില്ല എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ, കടക്കണിയാൽ വീണിട്ട് ആത്മഹത്യാ ചിന്തകളാൽ പലപ്പോഴും നിന്റെ മനസ്സുകളെ തളർത്തുന്നുവെങ്കിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെയുള്ള ബന്ധന